എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് കേരള സാരി അല്ലെങ്കിൽ സെറ്റും മുണ്ട് അതൊന്ന് ഡിസൈൻ ചെയ്തെടുത്താലോ എന്നുള്ളതാണ്. ഞാനിവിടെ ടിഷ്യൂവിൻ്റെ വേസ്റ്റും മുണ്ടുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പുതിയ സാരി എടുക്കണമെങ്കിൽ പുതിയ സാരി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പ്ലെയിൻ സാരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഏത് ഇമേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ലോട്ടസിൻ്റെ ഇമേജാണ് എടുത്തത്. അപ്പോൾ ഞാനൊരു 3 ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഓർ പേസ്റ്റിംഗ് പേപ്പർ ഏതിലെങ്കിലും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് വരയ്ക്കാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക. ഡിസ്റ്റൻസ് ഒക്കെ അതായത് എത്ര അകലം വിട്ടിട്ട് വേണം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന് എത്ര ഡിസ്റ്റൻസ് വേണം എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ 1-2 ഇമേജ് ഒന്നിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റിംഗ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാം, അതായത് കാർബൺ പേപ്പർ വെച്ചിട്ട് ഇത് വരച്ചെടുക്കുക, അതിലേക്ക് വരച്ചെടുക്കുക. കാർബൺ പേപ്പർ വെക്കുന്ന സമയത്ത് നമ്മൾ പണ്ടുണ്ടായിരുന്ന ബ്ലൂ കളറില്ല, അതെടുക്കരുത് കേട്ടോ. അതെടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും പടരും. അപ്പോൾ അതുകൊണ്ട് അതെടുക്കരുത്. വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ രണ്ടിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാൻ യെല്ലോ ആണ് എടുത്തത്. അപ്പോൾ യെല്ലോ എടുത്തതിന് ശേഷം ഞാൻ 5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് വരച്ചിട്ടുള്ളത്. അതേ 5 സെൻറ്റിമീറ്റർ തന്നെ കസവിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. താഴേന്ന് ഒരു 1/2 ഇഞ്ചും വിട്ടിട്ട് മാത്രമാണ് വരയ്ക്കുന്നത്. ഓവർ മുകളിലേക്കല്ല വരയ്ക്കുന്നത്. താഴേന്ന് ഒരു 1/2 ഇഞ്ചാണ് വിടുന്നത്. സൈഡിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആണ് വിടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോ സാരിക്കും ഓരോ വീതിയും വലുപ്പമായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ എത്ര എണ്ണം വേണം എന്നൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കാർബൺ പേപ്പർ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ വരച്ചിട്ടുള്ള ഇമേജ് വരുന്ന ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് പകർത്തിയിട്ട് വരയ്ക്കുക കേട്ടോ. 3-4 എണ്ണം അങ്ങനെ ഒന്നിച്ചിട്ട് ഒരു പേസ്റ്റിംഗ് പേപ്പറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ബട്ടർ പേപ്പറോ അതേപോലെ പേസ്റ്റിംഗ് പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക. താഴേന്ന് 1/2 ഇഞ്ച് എന്നുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിട്ടിട്ടുള്ള ഒരു അളവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇമേജ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൈവച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇമേജ് മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ. ഇതന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു മെത്തേഡ് നമ്മൾ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വരയ്ക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സെറ്റ് മുണ്ടാണ് ഞാൻ എടുത്തതെന്ന്. അപ്പോൾ ഞാൻ മുകളിലേക്ക് അതായത് മുന്താണിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതേപോലെ വരയ്ക്കുന്നത്. അതിന് നമ്മൾ 4 സൈഡും വരയ്ക്കും. താഴേക്ക് നമ്മൾ ഉടുക്കുന്ന ഭാഗത്തിന് നമ്മൾ 3 സൈഡേ വരയ്ക്കുള്ളൂ. കാരണം ഒരു വശം നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡ് വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ സാരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സാരി നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 സൈഡും 4 സൈഡും ഇതേപോലെ വരയ്ക്കുക. ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഉള്ളിലേക്ക് വരുന്ന ചുറ്റുന്ന ഭാഗങ്ങളിലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വരച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ സാരിയൊക്കെ പീടികയിൽ നിന്ന് മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഡിസൈൻ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് വരയ്ക്കുക കേട്ടോ. ഞാൻ അതിൻ്റെ മുഴുവൻ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള 3 ഇമേജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പേപ്പർ മാറ്റിയിട്ട് പിന്നെ നമ്മൾ വെക്കുന്ന സമയത്തും ഈ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ്സ് തെറ്റിപ്പോവും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താഴ്വശം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സൈഡ് വശം വരയ്ക്കാം. സൈഡ് വശം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ചിത്രം അതായത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചിത്രം 3 എണ്ണം ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് വെച്ച് വരയ്ക്കരുത്. അതായത് തിരിച്ച് വെച്ച് വരയ്ക്കരുത്. എങ്ങനെയാണോ താഴത്തുള്ള ഇമേജ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്ന രീതിക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇമേജ് അതായത് സിംഗിൾ ഇമേജ് എടുത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഇമേജസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എത്രയാണ് നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കാർബൺ പേപ്പർ വയ്ക്കുക. എന്നിട്ട് സിംഗിൾ ആയിട്ടുള്ള ഇമേജ് വരയ്ക്കുക. അല്ലാണ്ട് ഈ 3 എണ്ണം ഒന്നിച്ചിട്ട് വരുന്ന രീതിക്ക് തിരിച്ച് വെച്ച് വരയ്ക്കരുത്. സിംഗിളായിട്ട് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അതേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വരാം. അതുപോലെ തന്നെയാണ് നമ്മൾ മുകളിലെത്തുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യരുത്, തിരിച്ചു വെച്ച് വരയ്ക്കരുത്. നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ സൈഡ് വശം വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതേ രീതി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ വേണം നമ്മൾ 4 മൂലയും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇനി നമുക്ക് കളർ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, വേറെ പെയിൻ്റ് ഒന്നും ഉപയോഗിക്കരുത്. ക്ലോത്തിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റിനെ നമ്മൾ ഫാബ്രിക് പെയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റും അതേപോലെ ഡാർക്ക് പിങ്കും ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ്. അതായത് ബ്ലാക്ക് കളർ നമ്മൾ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക.
നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് അധികം നമ്മൾ വൈറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1-2 ഡ്രോപ്സ് നമ്മൾ പിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ലൈറ്റ് ഷെയ്ഡ്, അതായത് ലൈറ്റ് പിങ്ക് ആക്കി എടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വൈറ്റ് മതിയെങ്കിൽ വൈറ്റ് തന്നെ എടുത്തിട്ട് ബോർഡറായിട്ട് ഡാർക്ക് പിങ്ക് കൊടുക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ലൈറ്റ് പിങ്ക് എടുത്തിട്ട് അതിൻ്റെ ബോർഡറായിട്ട് ഡാർക്ക് പിങ്കാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കളറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ബോർഡർ വരയ്ക്കാൻ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് തന്നെ വേണം. ഉള്ളിലൊക്കെ വരയ്ക്കാൻ നമുക്ക് നോർമൽ ഏതെങ്കിലും ഒരു ബ്രഷ് ആയാലും കുഴപ്പമില്ല. ബോർഡർ വരയ്ക്കാൻ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റായി. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ ഫ്ലോറിലൊന്നും ആവണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക. താഴെ ന്യൂസ് പേപ്പർ വിരിക്കുക. വിരിച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള ഈ ഒരു ഇമേജ്, അതായത് ലോട്ടസിൻ്റെ ഇമേജ് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഇതേപോലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാരി ആയാലും ശരി സെറ്റ് മുണ്ടാണെങ്കിലും ശരി ഒത്തിരി നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലേ, കുറച്ചല്ലേ എല്ലാം ഉണ്ടാവുക. അപ്പം നമ്മൾ ആദ്യം ഉപയോഗിച്ച പേപ്പർ തന്നെ പിന്നെയും ഉപയോഗിക്കരുത്. അതായത് ആ പേപ്പറിൽ ചിലപ്പം എന്താ പറയുക ഈ ഒരു പെയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ അത് നീക്കി ഉപയോഗിക്കുന്ന സമയത്ത് ആ പെയിൻറ്റ് നമ്മുടെ സാരിയിൽ പടരും. അപ്പോൾ അത് പിന്നെ നമുക്ക് പൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു പേപ്പർ മാറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ മാറ്റി ഇതിൻ്റെ ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ അത്യാവശ്യം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഡാർക്ക് പിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാർക്ക് പിങ്ക് നമ്മൾ മൊത്തമായിട്ട് ആഡ് ചെയ്യുന്നില്ല. ഒരു ബോർഡർ പോലെ അത്യാവശ്യം കട്ടിയുള്ളൊരു ബോർഡർ പോലെയാണ് നമ്മൾ ഡാർക്ക് പിങ്ക് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഇതളിനും കൊടുക്കുന്നുണ്ട്. താഴെ വരുന്ന ഇതൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാരണം അത് ആമ്പൽ എപ്പോഴും അങ്ങനെയാണല്ലോ, നിവർന്നിരിക്കുന്ന ഭാഗം മൊത്തമായിട്ട് ഡാർക്കിലാണല്ലോ ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്താ പറയുക മുകളിലിരിക്കുന്ന ഇതളുകളെല്ലാം നമ്മളൊരു ബോർഡർ പോലെ, ഒരു കട്ടിയുള്ള ബോർഡർ പോലെ ഡാർക്ക് പിങ്ക് കൊടുക്കുന്നുണ്ട്. താഴെ വന്നിട്ടുള്ള ഇതളിനെ ഞാൻ അത് മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ആമ്പൽ എടുത്ത സമയത്ത് വെറും ആമ്പൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലീഫ് തണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗ്രീൻ കളർ പെയിൻറ്റും കൂടി ചൂസ് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. പിന്നെ ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ബോറടിക്കുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ ചെയ്യരുത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. എന്നിട്ട് കൈയൊന്ന് വഴങ്ങി കഴിഞ്ഞതിന് ശേഷം സ്പീഡ് കൂട്ടി ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക കേട്ടോ. നമ്മൾ കടയിലൊക്കെ ടിഷ്യൂവിൻ്റെ സാരിയിൽ ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കേരള സാരി ചോദിച്ച് നോക്കിയാൽ അറിയാം, നല്ല റേറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഓണ സീസൺ ആകുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മളിവിടെ വെറും ഒരു 100 രൂപയ്ക്ക് നമുക്ക് ഈ അതായത് ഒരു പെയിൻറ്റിന് 25 രൂപയാണ്. ഫാബ്രിക് പെയിൻറ്റ് ബോട്ടിലിന് 25 രൂപയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു 100 രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മുടെ സ്വന്തം കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, അത്യാവശ്യം ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് അയൺ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, അങ്ങനെ ഇളകി പോകുമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നോർമൽ വാഷ്, അതായത് നമ്മുടെ റഫ് വാഷ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒന്നെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പൂ വാഷൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉടുത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഉടുത്തിട്ട് ഒട്ടും പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നു, പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ വിട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.